അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നുസൈബയുടെ വല്യമ്മയെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ അത്ര വലിയ കുഴപ്പമില്ല. എന്തായാലും വളരെയധികം റാഹത്തായി. ഉമ്മയെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവന്നു. ആ ഒരു ദിവസം അവർ എല്ലാവരും ഉമ്മമ്മയുടെ അടുത്തായിരുന്നു. അതിൽ നുസൈബയുടെ വല്യമ്മ പറയുകയാണ്, മക്കളെ, എനിക്കിനി കൂടുതൽ കാലമൊന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. കാരണം ഇപ്പം തന്നെ ഇന്നിപ്പോൾ ആശുപത്രിയിൽ നിന്ന് പോരാൻ ഞാൻ വിചാരിച്ചതുമല്ല. ഒരിക്കലും തിരിച്ചു വരുമെന്ന് കരുതിയിട്ടില്ല. പക്ഷേ പടച്ച റബ്ബ് എനിക്ക് വീണ്ടും ആയുസ് നീട്ടിട്ട് തന്നിട്ടുണ്ട്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. എന്നാലും എപ്പോഴും ഏത് സമയത്തും ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് പോകും. അതിനു മുമ്പായിട്ട് എനിക്ക് വല്യമ്മ ഒരു നിമിഷം മിണ്ടാതെ നിന്നു. ആ വല്യമ്മയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീരത ഉറ്റുന്നു. അത് കണ്ട് എല്ലാവരും ചോദിച്ചു, ഉമ്മ, നിങ്ങൾ എന്താ ഇങ്ങനെ കരയുന്നത്? നിങ്ങൾക്ക് എന്താണ് പൂതിയുള്ളത്? അത് നിങ്ങൾ പറഞ്ഞോളി. എന്തൊക്കെ തന്നെയായാലും ഞങ്ങളെ കൊണ്ട് കഴിയുകയാണെങ്കിൽ നിങ്ങൾക്കത് തരും. അത് മാത്രമല്ല, ഇനിയിപ്പോൾ കഴിയാത്ത സംഗതി ആണെങ്കിൽ തന്നെ അതിനു വേണ്ടി ഞങ്ങൾ പരിശ്രമിച്ച് അത് നേടിത്തരും. ഞങ്ങളെ ഉമ്മാൻ്റെ ആഗ്രഹമല്ലേ. ഞങ്ങളെ ഉമ്മാക്ക് അത്രക്കും ഇഷ്ടപ്പെട്ട ആഗ്രഹം, അതും ഈ വയസ്സ് കാലത്ത് പറഞ്ഞാൽ ഞങ്ങളൊരിക്കലും അതിനെതിരെ പറയില്ല. സത്യമായിട്ടും. നുസൈബയുടെ ഉപ്പയും അനിയനും പേരക്കുട്ടികളും പെൺമക്കളും എല്ലാവരും കൂടി ഉമ്മയുടെ ചുറ്റുമിരിക്കുമ്പോൾ ഉമ്മ പറയുകയാണ്, മക്കളെ, അത് മറ്റൊന്നുമല്ല. മരിക്കണതിന് മുമ്പ് എൻ്റെ കുട്ടീനെ കാണാൻ, എൻ്റെ കുട്ടീൻ്റെ കല്യാണം നടന്ന് കാണാൻ എനിക്കൊരു പൂതിയുണ്ട്. ഒരാളെ കയ്യിൽ ഏൽപ്പിച്ചാൽ സമാധാനത്തോടെ എനിക്കൊന്ന് കണ്ണടക്കേന്. മറ്റേത് വല്ലാത്തൊരിടങ്ങാറാണ്. എന്തൊക്കെ തന്നെയായാലും എൻ്റെ മൂത്ത പേരക്കുട്ടി ഓളന്നല്ലേ. അങ്ങനെ വളർത്തിയുണ്ടാക്കിയതാണ് ഞാനും ഓളെ ജീവിതത്തിൽ ഇങ്ങനത്തെ കുറച്ച് വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അതിലും കുറേ ഞാൻ സങ്കടപ്പെട്ടു. പഠിച്ചോനെ അതൊക്കെ എൻ്റെ കുട്ടിക്ക് മറവി കൊടുക്കട്ടെ. എന്നിട്ട് നല്ലൊരു ജീവിതം എൻ്റെ കുട്ടിക്ക് ഉണ്ടായി കിട്ടട്ടെ. അതും കൂടി കണ്ടിട്ട് മതി പഠിച്ചോനെ എൻ്റെ റൂഹിനെ പിടിക്കൽ. അതിനുള്ള വിധി നീ കൂട്ടിത്തരണേ റഹ്മാനെ. അതിൽ നുസൈബയുടെ ഉപ്പ പറഞ്ഞു, ഉമ്മ, അതിനെന്താ, ഇൻഷാ അല്ലാ നമുക്ക് പെട്ടെന്ന് തന്നെ അത് നോക്കണം. ഇനിയിപ്പോൾ വൈകിപ്പിക്കുന്നില്ല. ഉമ്മാൻ്റെ ആഗ്രഹം പോലെ എൻ്റെ ഉമ്മാൻ്റെ കൺമുമ്പിലേക്ക് ഒരു നിക്കാഹ് കഴിഞ്ഞ് വരും. ഇൻഷാ അല്ലാ നിങ്ങൾ നോക്കിക്കോളി. അധികം വൈകാതെ തന്നെ നമ്മളെ കുട്ടീനെ കൊണ്ട് കല്യാണം ഉണ്ടാക്കണം. എൻ്റെ മോനെ ഉമ്മാക്ക് കാണാനുള്ള പൂതി കൊണ്ടാണ് എൻ്റെ കുട്ടീനെ ഞാൻ അങ്ങനെ നോക്കി വളർത്തി ഉണ്ടാക്കിയതാണ്. എൻ്റെ കുട്ടിക്ക് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ഇനിയുള്ള ജീവിതം എൻ്റെ കുട്ടിക്ക് നല്ലൊരു ജീവിതം ആകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഉമ്മാൻ്റെ പൊന്നു മോൾ ഇങ്ങോട്ട് അടുത്തേക്ക് വന്നാണ്. നുസൈബ വല്യമ്മയുടെ അടുക്കലേക്ക് വരുന്നു. വല്യമ്മ അവളുടെ തലയിൽ കൈവച്ചുകൊണ്ട് അനുഗ്രഹിക്കുന്നു. എൻ്റെ കുട്ടി നന്നായി വരും കേട്ടോ. എൻ്റെ കുട്ടി ഒന്നുകൊണ്ടും വിഷമിക്കരുത്. എൻ്റെ കുട്ടി നന്നായി വരും. അള്ളാഹു എൻ്റെ കുട്ടിക്ക് ഹൈറും ബർക്കത്തും ജീവിതത്തിൽ പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അവിടെ കൂടി നിന്ന മക്കളും പെൺമക്കളുമെല്ലാം ആമീൻ പറയുന്നു. നുസൈബയുടെ ഉമ്മയും പറഞ്ഞു, ഉമ്മ, നിങ്ങൾ വിഷമിക്കണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കണം. എന്നിട്ട് നിക്കാഹ് കഴിഞ്ഞിട്ട് ഓള് പഠിക്കണേ പഠിച്ചോട്ടെ അല്ലേ, അതല്ലേ നല്ലത്. അല്ലാതെ ആയാൽ വലിയ ബുദ്ധിമുട്ടിനാണ്. പഠനമൊക്കെ കഴിയുമ്പോഴേക്കും അപ്പോഴൊക്കെ പ്രശ്നമാവും. ഇപ്പോൾ നമുക്ക് നല്ല ഉണ്ടെങ്കിൽ അതുതന്നെ ആയിരിക്കും നല്ലത്. പക്ഷേ നുസൈബയെ ഒരാൾ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം വീട്ടുകാരോട് ആരോടും ഉപ്പ പറഞ്ഞിട്ടില്ല, ഉമ്മയും പറഞ്ഞിട്ടില്ല. ഇനിയൊരു പക്ഷേ അങ്ങനെ എങ്ങാനും പറഞ്ഞാൽ മറ്റു പലതും അവരതിനെ വിളിക്കുമെന്ന് കരുതിയിട്ട് ഇനി വിവാഹം ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പം പറഞ്ഞാൽ മതി എന്ന് കരുതിയിട്ട് ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷേ അങ്ങനെ പറയുന്ന ആള് അത് മറ്റേ ആളാണ്. അതെ, ഹുസൈനാജിയുടെ വലങ്കയായ മജീദ്. ചൂ എന്ന് കേട്ടാൽ ചുണ്ടങ്ങ എന്ന് പറയും. അതാണ് സൈസ്. ഉമ്മയുടെയും ഉപ്പയുടെയും മനസ്സിലൊക്കെ ഇപ്പോൾ സന്തോഷമാണ്. കാരണം മറ്റൊന്നുമല്ല, ഉമ്മയെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അതുമാത്രമല്ല, ഉപ്പയ്ക്ക് കൂടുതലായിട്ട് സന്തോഷം തൻ്റെ
ചങ്ങായി നജീബ് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ടാണ്. അതെ, എൻ്റെ കുട്ടിക്ക് പറ്റിയ പയ്യന് അവൻ തന്നെ ആയിരിക്കും. അള്ളാഹുവേ, ഹയറാണെങ്കിൽ നീ അത് എളുപ്പം നടത്തിക്കൊണ്ട റഹ്മാനെ. ആ ഉപ്പ ദുആ ചെയ്തു. എന്നാലും ഉമ്മ, ഞങ്ങളങ്ങോട്ട് പോകട്ടെ? മോനെ, എൻ്റെ കുട്ടികൾ പോവുകയാണോ? ഉമ്മക്ക് വേണ്ടി ദുആ ചെയ്യണം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം മറക്കല്ലേട്ടോ. അത് എത്രയും പെട്ടെന്ന് ആയി കിട്ടിയാൽ അതായിരിക്കും നല്ലത്. അങ്ങനെ അതാ നുസൈബയും ഉമ്മയും ഉപ്പയും അനിയത്തിമാരും അവരുടെ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് പറയുന്നു, ഉമ്മാക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാൻ കേട്ടോ. ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്ന പുതപ്പും ബെഡ്ഷീറ്റും അതെല്ലാം അപ്പോഴേക്കും നുസൈബയുടെ ഉമ്മ അലക്കിയിട്ട് കൊടുത്തു. കാരണം ഇളച്ചിക്ക് ചെറിയ മക്കളാണ്. അതുമല്ല, അവൾക്കാണെങ്കിൽ ശരിക്കൊരു സുഖവുമില്ല. അതുകൊണ്ട് തന്നെ പണികളെല്ലാം ഒരുവിധം നുസൈബയുടെ ഉമ്മയും നുസൈബും കൂടി കഴിച്ചു വെച്ചിട്ടാണ് അവിടെ നിന്ന് പോയത്. പോകുന്ന വഴിയിൽ നുസൈബ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, വല്യമ്മയെ നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുവന്നാലോ? എളാമാക്കാണെങ്കിൽ ചെറിയ മക്കളും, പിന്നെയെന്ന് വെച്ചാൽ എളാപ്പാക്ക് വല്ലപ്പോഴും പണിയോ, അപ്പോൾ സ്ഥിരമായിട്ട് ഒന്നുമില്ലാത്ത ഒരവസ്ഥ. നമുക്ക് വല്യമ്മാനെ നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുവരല്ലേ നല്ലത്? അങ്ങനെയാണെങ്കിൽ ഞങ്ങളെല്ലാവരും ഉണ്ടാവുമല്ലോ നോക്കാൻ. ഇത് എളാമാക്കെന്ന് വെച്ചാൽ ചെറിയ കുട്ടികളെ പിന്നാലെ ഓടണം, അവർക്ക് ഭക്ഷണം കൊടുക്കണം. 2-3 കുട്ടികളും ഒരുപോലെ പ്രായം പോലെ ഉള്ളവരല്ലേ, അവർക്കത് പ്രയാസമായിരിക്കും. നുസൈബയുടെ വാക്കുകൾ കേട്ടപ്പോൾ ഉമ്മക്കും തോന്നി, അതന്നെ, അതായിരിക്കും നല്ലത്. ഉപ്പയും പറഞ്ഞു, എന്നാൽ നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുവരാം ഉമ്മയെ, അതായിരിക്കും നല്ലത്. അങ്ങനെ ആകുമ്പോൾ ഉമ്മാനെപ്പോഴും കാണുകയും ചെയ്യാലോ. എന്തായാലും ഉമ്മയോട് ഇന്ന് ഏതായാലും അവിടെ നിൽക്കട്ടെ, നാളെ ചോദിച്ചു നോക്കാം. ഉപ്പ വളരെയധികം സന്തോഷത്തോടെയാണ് വീട്ടിലേക്ക് എത്തിയത്. ഉമ്മയോട് പറഞ്ഞു, നുസ്രത്തെ, നമ്മളെ വീടൊക്കെ ഒന്ന് പെയിൻ്റ് അടിക്കാനയക്കണല്ലേ, പറ്റയക്കണല്ലോ. ഇക്ക, പെയിൻറ്റിങ്ങിന് വേണം കുറേ പൈസ, അതൊക്കെ ഇപ്പം നിങ്ങളടുത്ത് ഉണ്ടോ? എടി, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്ന് പെയിൻ്റ് അടിക്കാനയക്കണ്. അല്ല, എന്തിപ്പോൾ പുതിയതായിട്ടൊരു പെയിൻ്റ് അടിക്കാനൊക്കെ ഒരു പൂതി? എത്രയല്ല, ഓടുമ്പരല്ലേ, ആ ഓടുമ്പരക്ക് ഇനിയിപ്പോൾ എത്ര പെയിൻ്റ് അടിച്ചാലും എടി, വാർപ്പിനേക്കാളൊക്കെ രസം ഓടിൻ്റെ വീട് തന്നെയല്ലേ, അതിൽ കിടക്കുന്ന സുഖം അതൊരു വേറെ രസം തന്നെയാണ്. ഉപ്പ പെയിൻ്റ് അടിക്കാൻ പറഞ്ഞത് മറ്റൊന്നുകൊണ്ടുമല്ല, അതെ, തൻ്റെ മകളുടെ വിവാഹാലോചന. അവൾക്ക് ഇഷ്ടപ്പെട്ട പയ്യനെ ഇങ്ങോട്ട് വന്നോട്ടെ, അവരുടെ കുടുംബവും വന്നോട്ടെ. എന്തൊക്കെ തന്നെയായാലും നമ്മളെ വീട് കാണുമ്പോൾ അവർ ഓടിട്ട വീടാണ് എന്ന് പറഞ്ഞ് ചില ആളുകൾ ഒഴിഞ്ഞു മാറിപ്പോകും. പക്ഷേ പെണ്ണിനോട് സ്നേഹമുള്ളവർ ഒരിക്കലും വീട് കണ്ടിട്ട് ഒഴിഞ്ഞു മാറി പോവില്ല. നുസ്രത്തെ, പെയിൻറ്റിങ്ങാരൊന്ന് പോയോ കേട്ടോ, ഏത് കളറാണ് മോളെ പെയിൻറ്റ് വേണ്ടത്? വളരെയധികം ആകാംക്ഷയോടെ ഉപ്പ നുസൈബയോട് ചോദിക്കാണ്. ഉപ്പ, എന്തിനാണ് ഇപ്പോൾ പെയിൻ്റ് അടിക്കുന്നത്? ഈ മഴക്കാലമൊക്കെ കഴിഞ്ഞിട്ട് പോരെ? അല്ല മോളെ, നമ്മളെ വീട്ടിൽ കാര്യങ്ങൾ കയറി വരുമ്പോഴേ നമ്മളെ ചുമരൊക്കെ കണ്ടില്ലേ, പറ്റങ്ങണ്ട് ചളി അയക്കണ്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ മോശമല്ലേ, ഒന്നിങ്ങോട്ട് റെഡിയാക്കി എടുത്താലേ. ഉപ്പ, പൈസ കടം വാങ്ങിയിട്ടൊന്നും ഉപ്പ പെയിൻ്റ് അടിക്കേണ്ട ആവശ്യമില്ല. ഉപ്പയുടെ മനസ്സിൽ അതെ, തൻ്റെ മകളെ ഇഷ്ടപ്പെട്ടവൻ കാണാൻ വരും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഉപ്പ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. കുറച്ച് കഴിഞ്ഞ് അതാ ഉപ്പ നജീബിൻ്റെ ഷോപ്പിലേക്ക് ഇറങ്ങുന്നു. നജീബിനോട് പറഞ്ഞു, നജീബേ, എടാ, എന്നാൽ അല്ല ലത്തീഫെ, എനിക്ക് കാണാനൊന്നും പോണ്ടേ? എൻ്റെ മോളെ കെട്ടാൻ പോണ ചെക്കനെ. എടാ നജീബേ, ഈ കണ്ടാൽ പിന്നെ എന്താ? നീ എനിക്ക് തെറ്റായ രീതിയിലും നല്ലതല്ലാത്ത രീതിയിലും ഒന്നും ഇതുവരെ സെലക്ട് ചെയ്ത് തന്നിട്ടില്ല. നിനക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താടാ എനിക്ക് ഇഷ്ടപ്പെടാൻ? അതല്ല പൊന്നാര ലത്തീഫേ, അത് നിൻ്റെ മകളുടെ, ശരിയാണ്, നിൻ്റെയും എൻ്റെയും മകളൊക്കെ ഒരുപോലെ തന്നെയാണ് എനിക്ക്. പക്ഷേ നിൻ്റെ മകളുടേത് ആകുമ്പോൾ നീ ഒന്നും കൂടി കാണുന്നത് വളരെയധികം നല്ലതാണ്. കാരണം ഞാൻ മാത്രമല്ലെന്ന് പോയി കണ്ടത്. അപ്പോൾ നിൻ്റെ ഇഷ്ടങ്ങൾ നീ വിചാരിച്ച രീതിയിലുള്ളതാണെങ്കിൽ അപ്പോൾ ഒന്ന് കാണുന്നതല്ല നല്ലത്. ഹേയ്, അങ്ങനെയൊന്നുമില്ല, അത് മതി. നീ കണ്ട് നിനക്ക് ഇഷ്ടപ്പെട്ട പിന്നെന്താ, ഒരു കുഴപ്പമില്ല. അതിനപ്പുറത്തേക്കായിട്ട് എനിക്കൊരു തീരുമാനമില്ലാന്നേ.
എന്നാൽ പിന്നെ അവരോട് ഇങ്ങോട്ട് വരാൻ പറയും. എന്താ വേണ്ടത്? ആ, അതൊന്നും കൂടി ആലോചിച്ചിട്ട് മട്ടം പോലെ അങ്ങനെ പറയാം. അവനക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവനോടൊന്ന് സംസാരിക്കണ്ടേ? സംസാരിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണ്ടേ? ഇതിപ്പോൾ നമ്മളിങ്ങനെ ശരിക്കൊന്നും സംസാരിച്ചിട്ടൊന്നും ഇല്ലല്ലോ. എൻ്റെ കുട്ടിക്ക് പറ്റിക്കണമെങ്കിൽ അത് പിന്നെ മതി. പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്കൊരു തീരുമാനമില്ല. പിന്നെ എൻ്റെ നജീബേ, ഈയും പോയി കണ്ടതല്ലേ, അനക്കും റാഹത്തേക്കണ്, ഇഷ്ടപ്പെട്ടേക്കണ്. ഇനിയിപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ പെട്ടെന്ന് പൂർത്തിയാക്കുക, നിക്കാഹ് കഴിച്ച് കൊടുക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഓല വീട്ടുകാരൊക്കെ വരണേ ഒന്ന് വന്നും ചെയ്തോട്ടെ. എന്നാൽ നജീബേ, ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെട്ടോ. ഉപ്പ സന്തോഷത്തോടു കൂടി അതാ വീട്ടിലേക്ക് പോകുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴതാ ബ്രോക്കർ മജീദ് വരുന്നു. അല്ല, എന്തൊക്കെ ഇപ്പോൾ കച്ചവടം കുറവാണോ? കച്ചവടം കുറവോ? കച്ചവടം എന്താ ഇവിടെ അങ്ങനെ ഈ ഒരു രീതിയിലുണ്ട്, കുഴപ്പമൊന്നുമില്ല. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, നല്ല രീതിയിൽ റാഹത്തായിട്ട് പോകുന്നുണ്ട്. അല്ല മജീദേ, എനിക്കിപ്പോൾ പുതിയ പെൺകുട്ടും കാര്യങ്ങളൊന്നും ഇല്ലേ? പൊന്നാരൻ്റെ കാക്ക നിങ്ങളോട് പറയുകയാണെങ്കിൽ പെൺകെട്ടൊക്കെ ഒന്ന് സെറ്റായി ഒക്കെ റെഡിയായി എന്ന് കണ്ടാൽ എന്താ പെണ്ണുങ്ങൾ വേറെ ആൾക്കാരൊപ്പം പോവുക. അങ്ങനെ പല ചരിത്രങ്ങളും സംഭവങ്ങളും ഉണ്ടായതുകൊണ്ട് തന്നെ ബ്രോക്കർ പണിനോട് ഇപ്പം എനിക്ക് വലിയൊരു താല്പര്യമൊന്നുമില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഉണർന്നൊപ്പിച്ചാൽ അതാണ് കിട്ടില്ലെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ മറ്റേ പെൺകെട്ടിൻ്റെ കാര്യം അറിഞ്ഞില്ലേ, ഹുസൈനാജിൻ്റെ വീട്ടിലത്തെ? ഇനിയിപ്പോൾ ഉള്ളത് ആകെ എനിക്കൊരു പ്രതീക്ഷയാണ്. ആ പെൺകുട്ടി സമ്മതിച്ചിട്ട് അവിടേക്കുള്ള കല്യാണം അങ്ങോട്ട് റെഡി ആയി കഴിഞ്ഞാൽ എനിക്ക് കിട്ടാനുള്ള മൂപ്പര് തരും. അതിന് വേണ്ടിയിട്ടല്ലേ ഈ മണ്ടിപ്പായലൊക്കെ. അതുകൊണ്ടല്ല ഇന്നാളിപ്പോൾ ആ കുട്ടീനെ ആരും നോക്കിക്കണെന്നോ എന്താ കൊടുത്തു എന്നൊക്കെ പറഞ്ഞപ്പോൾ മൂപ്പർക്ക് ഭയങ്കര ടെൻഷനായതും എങ്ങനെങ്കിലും പെട്ടെന്ന് കല്യാണം നിക്കാഹെങ്കിലും കഴിച്ചിടണമെന്ന് പറഞ്ഞും ചെയ്തിരുന്നു. പൊന്നാര മജീദേ, നിങ്ങൾ ആ വിഷയം വിട്ടോളി. ഇനി ഒരിക്കലും നിങ്ങൾക്കത് കിട്ടൂല കേട്ടോ. അതൊക്കെ അർഹതപ്പെട്ടോലെ കൈകളിൽ എത്താൻ സമയമായിക്കണ്. എന്താ കാക്ക നിങ്ങൾ പറയണത്? അതെ, മറ്റൊന്നുമല്ല, നമ്മളെ ലത്തീഫിൻ്റെ മോൾ നുസൈബാനെ നല്ലൊരു ചെക്കന് കല്യാണം കഴിക്കാൻ പോവാണ്. ഇനിയിപ്പോൾ അധികം താമസമൊന്നും ഉണ്ടാവില്ല. ആരാണ്? ഞാൻ പറഞ്ഞ ആളാണോ? അതെ, അതാ മൊബൈൽ ഷോപ്പിൻ്റെ മുതലാളിയാണെന്നാണ് പറഞ്ഞിട്ടത്. അള്ളാഹു ആലും അതിനെക്കുറിച്ച് നമുക്ക് അറിയില്ല. എന്നാലും സംഭവം നല്ല ദീനിയായ ചെക്കനാണ്. അതാണ് മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത്. അതെ, ദീനിൻ്റെ കാര്യത്തിൽ ഓൻ ഉഷാറാണ്. എന്തായാലും ഓൻ്റെ അടുത്ത് വന്നിട്ട് പെട്ടെന്ന് നിശ്ചയവും നിക്കാഹൊക്കെ ഒന്നും കഴിച്ചിട്ട് കല്യാണം പിന്നെ ഒന്നുണ്ടാക്കിയാൽ ഇപ്പം പിന്നെ ഇപ്പോൾ വലിയൊരു കല്യാണത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ. ഒന്നും അവളെ കൂട്ടി കൊണ്ടുപോകുമല്ലേ. ഇനിയും ഇപ്പോൾ അതിൻ്റേതായിട്ട് കുറേ എതിർപ്പും കാര്യങ്ങളും അതും ഉണ്ടാകും. എന്തായാലും ആ കുട്ടി രക്ഷപ്പെടട്ടെ. മജീദിന് ഇതെല്ലാം കേട്ട് സഹിക്കുന്നില്ലായിരുന്നു. ഇല്ല, എൻ്റെ ബ്രോക്കറിൻ്റെ പൈസ ഇതവിടെ നഷ്ടമാകാണ്. വല്ലാത്തൊരു കെണിയിലായിപ്പോയി ഞാൻ പെട്ടത്. മജീദ് അതാ ഷോപ്പിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഇനിയിപ്പോൾ ഹുസൈനാജിനോട് പറഞ്ഞാൽ അയാൾ ഇളകുമായിരിക്കും. പിന്നെ എനിക്കുള്ളതും ഉണ്ടാവില്ല. ആകെ പെട്ടില്ല പഠിച്ചവനെ. എന്തൊക്കെ തന്നെയായാലും മൂപ്പരോടൊന്ന് കാര്യങ്ങൾ പറയണം. അന്ന് അതാ ഹുസൈനാജിയെ തേടി മജീദ് പതിവ് പോലെ എത്തുന്നു. ഹുസൈനാജിയുടെ ഭാര്യ കിളിവാതിലിലൂടെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ മനസ്സിലായി എന്തൊക്കെയോ ഒരു കെണിയുമായി വന്നിരിക്കുകയാണ്. എന്താണാവോ, തന്തനെ കൊണ്ട് പുതിയ പെണ്ണ് കെട്ടിക്കാനുള്ള തീരുമാനമായിട്ടായിരിക്കും. എവിടെങ്കിലൊക്കെ കണ്ടിട്ട് ഇവിടെ വന്ന് പറയും. മൂപ്പർക്കാണെങ്കിൽ അത് വല്ലാത്തൊരിഷ്ടവും. കുടുങ്ങിക്കണ് മനുഷ്യന് ഇയാളെ കൊണ്ട്. ഹുസൈനാജി വന്നപ്പോൾ തന്നെ മജീദിനെ കണ്ടു. മജീദേ, ഇന്നെന്താ ഈ പോയിട്ടുമില്ലേ? ഞാൻ പോയി വന്നതാണ് മുതലാളി. അതിനുശേഷം നിങ്ങളെ കാണാൻ ലേറ്റ് ഒന്നുകൊണ്ട് ഇറങ്ങാൻ നിൽക്കായിരുന്നു ഞാൻ. എന്തായാലും സമയത്ത് നിങ്ങൾ എത്തിയല്ലോ. പിന്നെ ഒരു കാര്യം അർജൻറ്റായിട്ട് പറയാണ്ട് കേട്ടോ. എന്ത് കാര്യം? പറയാനുള്ളത് പറയും. അത് തൽക്കാലം ഇവിടെ വെച്ച് വേണ്ട. നമുക്ക് കുറച്ച് തോട്ടത്തേക്ക് അങ്ങോട്ട് നടക്കുക. തോട്ടത്തേക്ക് നടന്നിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് തീരുമാനിക്കാം. എന്താ എനിക്ക് ഇത്ര വലിയൊരു രഹസ്യം പറച്ചിൽ? ഉള്ളത് തുറന്ന് പറയുന്നല്ലേ പറഞ്ഞത്? അതെ, മറ്റൊന്നുമല്ല. നിങ്ങളെ പ്രിയപ്പെട്ട, നിങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പെണ്ണാരാ ഈ ലോകത്തിൽ? എനിക്കിഷ്ടപ്പെട്ട പെണ്ണെന്ന് വെച്ചാൽ, ഇപ്പം എൻ്റെ സ്വപ്നത്തിൽ പെണ്ണെന്ന് വെച്ചാൽ അത് ഞാൻ കാണാൻ പോയ ലത്തീഫിൻ്റെ മോളാണ്. ഓളെൻ്റെ മനസ്സൊന്നും മായണില്ല. എന്താ ആ പെണ്ണിൻ്റെ ഒരു ഭംഗിയില്ലേ. അങ്ങനത്തെ
പെൺകുട്ടികളെ കിട്ടാനും വേണ്ടി ഭാഗ്യം കേട്ടോ. നല്ല ലത്തീഫിൻ്റെ മോളാന്ന് പറയുമ്പോഴേ അതൊരു അഭിമാനം തന്നെയാണ്. എന്തോ ഒരു ഭംഗിയാണ് ആ കുട്ടീനെ കാണാൻ. ആ അപ്പോൾ ലത്തീഫാക്ക ഇതാ നിക്കാഹ് ഉറപ്പിക്കാൻ പോവാണ് കേട്ടോ. ആരെ നിക്കാഹ്? ഹുസൈനാജി ഞെട്ടിത്തിരിച്ചു. അതെ അതെ, ഞാൻ പറഞ്ഞില്ലേ ചെറിയൊരു ചുറ്റിക്കളി ഉണ്ട് ഓൽക്കെന്ന്, മൊബൈൽ ഷോപ്പ്. അതെ, ഓനും ഓളുമായിട്ട് നിക്കാഹിൻ്റെ പരിപാടിക്കൊക്കെയുള്ള തയ്യാറെടുപ്പൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ മെല്ലെ അങ്ങോട്ട് ഒഴിഞ്ഞു കൊടുക്കായിരിക്കും നല്ലത്. ഇനിയും നമ്മൾ ഇവിടെ വാശി പിടിച്ച് നിൽക്കുകയാണെങ്കിൽ ഒന്നും നടക്കൂല. കാരണം എന്താ, ലത്തീഫൊക്കെ വിചാരിച്ച ആൾക്ക് നിക്കാഹ് ചെയ്ത് കൊടുക്കുള്ളൂ. അതുകൊണ്ട് തന്നെ പിന്നെ കുട്ടികളെ ഇഷ്ടമാണല്ലോ ഇപ്പോഴത്തെ കാലത്ത് കുറച്ച് നോക്കുക. എന്തായാലും നമ്മളെ ലത്തീഫൊക്കെ നോക്കിക്കണം, കുട്ടീൻ്റെ ഇഷ്ടം നോക്കിയിട്ട് തന്നെയാണ് പ്രാവശ്യം കെട്ടിക്കാൻ നിൽക്കുന്നത്. ഓളെ നിക്കാഹിനുള്ള തയ്യാറെടുപ്പൊക്കെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹുസൈനാജിക്ക് അത് കേട്ടപ്പോൾ വളരെയധികം ദേഷ്യം തോന്നുകയാണ്. മജീദേ, പറ്റൂല. എന്ത് പറ്റൂല നിങ്ങൾ പറയണത്? ഇത് നടക്കാൻ ഞാൻ സമ്മതിക്കൂല, നടത്താൻ പാടില്ല. അതെ, ഹുസൈനാജി വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ പെണ്ണ് ഇങ്ങോട്ട് എത്തണം, അല്ലാതെ മറ്റൊരുത്തൻ്റെ വീട്ടിലേക്കല്ല. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് അത് കൈവിട്ട് പോവരുത് എന്നുള്ളത്. അതിനോട് പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്, വണ്ടിയിൽ കയറിക്കോ, ഞാൻ കോളേജ് വരെ ആക്കിത്തരാം. പക്ഷേ അവൾ കേട്ടില്ല, അഹങ്കാരി. അവൾക്ക് മടിയായിരുന്നു. പിന്നീട് ഓളപ്പാനെ മുമ്പിൽ വെച്ച് തന്നെ ഒരിക്കലും അങ്ങനെ ആ സംഭവം ഉണ്ടായപ്പോൾ ബാപ്പി മോളും കൂടി എന്നെ പറയാത്തതായിട്ട് ഒന്നില്ലായിരുന്നു. എന്നാലും ഞാൻ ക്ഷമിച്ചു, ഓളെ സ്വന്തമാക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് മാത്രം. പക്ഷേ ഇതിപ്പോൾ കൈവിട്ട കളിയാണ്, വെറുതെ വിട്ടാൽ ശരിയാവില്ല. ഇനിയെങ്കിലും ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കണം, അല്ലെങ്കിൽ നല്ല നല്ല ഭംഗിയുള്ള കുട്ടികളൊക്കെ അങ്ങ് പോകും. പൊന്നാരൻ്റെ ആചാര്യെ, നിങ്ങൾക്ക് വൈഫും കുട്ടികളൊക്കെ ഉണ്ടല്ലോ, പിന്നെ ഇപ്പം എന്തിനാ? നിങ്ങളെ മോനക്ക് വേണ്ടിയിട്ടെന്നല്ലേ ഇത് പറഞ്ഞത്? അവൻ വരുമ്പോൾ ഒക്കെ റെഡിയാക്കിക്കോളും ഇൻഷാ അല്ലാ. നിങ്ങളിനിപ്പോൾ ഇതിന് നിൽക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? മോന് വന്നിട്ട് മോൻ്റെ ഇഷ്ടം പോലെ തന്നെ തുടരല്ലേ നല്ലത്. അതൊന്നും എനിക്ക് പറയേണ്ട ആവശ്യമില്ല. മോന് വരാതിരിക്കുക ഒന്നും എനിക്കറിയണ്ട. നുസൈബ് എവിടെയാണ്, എങ്ങോട്ടാണ് പോയത് എന്നതിനെക്കുറിച്ചറിയണം. അതാണ് എനിക്കറിയാനുള്ളത്. പിന്നെ നമ്മൾ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ആരെങ്കിലും ഒരെതിര് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ അവർ നല്ല രീതിയിൽ നടന്നിട്ടില്ല. അങ്ങനെയാണ്. മജീദേ, നമുക്കൊരു കാര്യം പ്ലാൻ ചെയ്യാണ്ട്. ഈ പറഞ്ഞല്ലോ അയാൾ മൊബൈൽ ഷോപ്പിൻ്റെ ആളാണെന്നൊക്കെ. പണിയുണ്ട്. നമുക്ക് അട്ടപ്പാടിയിൽ കുറച്ച് സ്ഥലങ്ങളുണ്ട്. ഇനിയിപ്പോൾ പുതിയൊരു പ്ലാനിങ് തന്നെ ഇറക്കണം. കാരണം ഓനിപ്പോൾ പറഞ്ഞല്ലോ 1-2 ഷോപ്പൊക്കെ ഉണ്ട്, ഒന്ന് ഉദ്ഘാടനത്തിനായി നിൽക്കണ് അട്ടപ്പാടി ആ ഭാഗത്ത്. അവിടെ കുറച്ച് നമുക്ക് പ്രോപ്പർട്ടി ഉണ്ട്. അവിടെ നമുക്കൊരു ഷോപ്പ് തുടങ്ങണം. കുറച്ചൊക്കെ ആളുകളൊക്കെ ഉള്ള സ്ഥലമാണ്. ഒരു മൊബൈൽ ഷോപ്പ് തന്നെ ആയിക്കോട്ടെ. എന്താ, അത് നമ്മളൊറ്റക്കല്ല കേട്ടോ, നമ്മളെ കൂടെ അവനും ഉണ്ടാവും. എങ്ങനെയുണ്ട്? എന്തൊക്കെ ആചാരങ്ങളീ പറയണത്? ഞാൻ പറയുന്നത് കാര്യം തന്നെയാണ്, അല്ലാതെ ഒരിക്കലും എൻ്റെ ആഗ്രഹം നടക്കൂല. അതിനിപ്പോൾ ലത്തീഫ് പെട്ടെന്ന് നിക്കാഹ് കഴിച്ചു കൊടുക്കാൻ നല്ല ചാൻസ് ഒത്തു വന്നിട്ടുണ്ട്. ഓനിപ്പോൾ എല്ലാത്തിനും റെഡിയായി നിൽക്കുകയാണ്. പഴയ നമ്മളെ ഒന്നും പറ്റുന്നില്ല. പിന്നെ മജീദ്, എത്രയൊക്കെ തന്നായിരടാ, 2ാം കെട്ടുകാരിയല്ലേ, അവളെയല്ലേ ഈ വളച്ചൊടിച്ച് ഇടുന്നത്. ഓൽക്കിപ്പോൾ ഇപ്പോഴും ഓല മോള് നല്ല ഫ്രഷാണ്, നല്ല കുട്ടിയാണ്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഒരു ധാരണയാണ്. കുറച്ച് സൗന്ദര്യം കൂടി ഉണ്ടായപ്പോൾ. മജീദേ, സമ്മതിക്കാൻ പാടില്ല ഒരിക്കലും. അവരൊരുമിച്ച് ജീവിക്കുന്നത് എനിക്ക് കണ്ടാൽ സഹിക്കില്ല. അതിനു മുമ്പായിട്ട്, നിക്കാഹിന് മുമ്പായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അല്ല അജയരെ, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഒന്ന് തെളിയിച്ച് പറയും. തെളിയിച്ച് പറയാൻ ഒന്നുമില്ല. എനിക്ക് തടസ്സം നിൽക്കുന്നവളെ പിന്നെ അവർ ശരിക്ക് വെച്ചേക്കാൻ പാടില്ല. അതാണ് എൻ്റെ വിശ്വാസം. ഹുസൈനാജിയുടെ ആ വാക്ക് കേട്ട് മജീദ് ശരിക്കും ഞെട്ടി. എന്തൊക്കെയാ ആചാര്യ നിങ്ങളീ പറയണത്? ഈ ഒന്നും നോക്കണ്ട, ഞാൻ പറഞ്ഞതനുസരിച്ച് എൻ്റെ കൂടെ കട്ടക്ക് സപ്പോർട്ടായി നിന്നാൽ മാത്രം മതി. മജീദിന് എന്തൊക്കെയോ പന്തികേട് തോന്നുന്നു. ആചാര്യപ്പം കൂടിയാൽ ആചാര്യം എന്ന് വെച്ചാൽ ഒന്നിനും മടിക്കാത്തതാണ്. കാരണം മൂപ്പരടുത്ത് നല്ല പൂത്ത പണമുണ്ട്, അത് വാരി എറിഞ്ഞാൽ തന്നെ മതി.
എന്ത് കേസ് കുടുങ്ങിയാലും അതൊക്കെ അങ്ങോട്ട് പുല്ല് പോലെ പുഷ്പം പോലെ ഓനക്ക് പുറത്തിറങ്ങാം. അപ്പോൾ മജീദ് പറഞ്ഞ പോലെ അട്ടപ്പാടിയിലെ സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ്. അവിടെ ഒരു മൊബൈൽ ഷോപ്പ് സെറ്റാക്കണം. അട്ടപ്പാടിയിലേക്ക് പോകുന്ന വഴിയിൽ കുറച്ച് വിജനമായ കുറച്ച് സ്ഥലങ്ങളുണ്ട്. നമ്മൾ കുടുംബസമേതം അങ്ങോട്ട് പോവുകയാണ്. നമ്മൾ മാത്രമല്ല കേട്ടോ, മൊബൈൽ ഷോപ്പിന് പറ്റിയ സ്ഥലം, പറ്റിയ ഏരിയ അത് കണ്ടുപിടിക്കാൻ നമ്മൾ ആരെ കൂടെ കൊണ്ടുപോകും? അതെ, നമ്മൾ ലത്തീഫിൻ്റെ മരുമകനാകാൻ പോകുന്ന അവനെ കൊണ്ടുപോകണം. അവനെ കൊണ്ടുപോയിട്ട് ഒന്ന് ശരിക്ക് നല്ല രീതിയിൽ അവിടെയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം. എന്തത്, ഓൻ ചെറിയ കുട്ടി വല്ലതാണോ ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ? അതൊന്നുമല്ല, ഓൻ്റെ വണ്ടി എടുത്തിട്ട് വരാൻ പറയണം. അത് പിന്നെ ഓൻ ഇഷ്ടപ്പെട്ടിട്ട് ആ സ്ഥലം ഒന്ന് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിനനുസരിച്ച് അവിടെ ഷോപ്പൊക്കെ നമുക്ക് പെട്ടെന്ന് സെറ്റാക്കാം. അല്ല, മൂപ്പരിപ്പം അങ്ങോട്ട് വരുന്നത് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. മജീദ് അതാ പറയുന്നു ഹാജിയരോട്. എന്തെനിക്ക് തോന്നൂലെന്ന്? ഓനോട് പറയണം, നല്ല ഏരിയയാണ്, ബിസിനസ്സൊക്കെ തുടങ്ങാൻ പറ്റിയ നല്ല സ്ഥലമാണ്, അങ്ങനെ എങ്ങനെ എന്നൊക്കെയാണ് പറഞ്ഞ് ഒന്ന് സെറ്റാക്കണം. അതിൻ്റെ മുമ്പായിട്ട് ഓനൊന്ന് പരിചയപ്പെടും വേണം. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ മജീദേ? അതിപ്പോൾ എന്താ, നിങ്ങളൊരു പുതിയ ഷോപ്പ് തുടങ്ങാൻ പോകണേ പരിചയപ്പെടുന്നത്, അതിലിപ്പോൾ എനിക്കൊന്നും തോന്നിയിട്ടൊന്നുമില്ല. അത് നിങ്ങളുടെ ഇഷ്ടം പോലല്ലേ. നിങ്ങൾ കൂടുതൽ സൗഹാർദ്ദം ഉണ്ടാക്കുകയാണല്ലോ ചെയ്യുന്നത്. എന്തായാലും നമുക്കൊന്ന് നോക്കാം അല്ലേ, എങ്ങനെ ആവും, വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ. ഷമ്മാസും ഹാജിയറും കൂടി ഒറ്റയ്ക്ക് ഒരു മൊബൈൽ ഷോപ്പ് തുറക്കുവാൻ വേണ്ടി തീരുമാനിക്കാനാണ് ഹുസൈനാജി ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. എന്നിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം അതങ്ങോട്ട് റെഡിയാക്കണം. തൻ്റെ മനസ്സിലുള്ള പ്രിയപ്പെട്ട ആ രാജകുമാരിയെ എനിക്ക് സ്വന്തമാക്കണം. ഹുസൈനാജിയുടെ മനസ്സിൽ ദുഷ്ടചിന്തകൾ വന്നുകൊണ്ടേയിരുന്നു. അതിൽ അതാ മജീദ് പറയുന്നു, പൊന്നാരാജിയരെ, നിങ്ങൾ വയസ്സായി തുടങ്ങിക്കണ്. നിങ്ങളെ മുഖത്തൊക്കെ നോക്കിയാൽ ഇപ്പം എന്താ, ശരിക്കും നിങ്ങളെ താടി മുടിയൊക്കെ നരച്ചതാണ്. പക്ഷേ നിങ്ങളെ മനസ്സത്തെ ആഗ്രഹങ്ങളോ 22 വയസ്സായ ചെക്കന്മാരാഗ്രഹമാണ്. അതേ, മൊബൈൽ ഷോപ്പ് നിങ്ങളും ഓനോടുണ്ടെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ റെഡിയാക്കി വെച്ചേക്കാണ്. അവനോട് പറഞ്ഞിട്ടില്ല, ശരിയാണ്. അതിനൊക്കെയാണോ പണി? അത് ഓനോട് ഞാൻ നേരിട്ട് തന്നെ പോയി ചോദിച്ചൂലേ. പിന്നെ മജീദേ, എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. ഓൻ്റെ ഷോപ്പ് എവിടെയെന്ന് ഒന്ന് എനിക്ക് കാണിച്ചു തരണം. അങ്ങോട്ട് പോകണം. അങ്ങോട്ട് പോയിട്ട് ഓനോട് നല്ല രീതിയിൽ സംസാരിക്കണം. പിന്നെ നല്ല മനുഷ്യ സ്വഭാവമുള്ള ആളാണെന്നൊക്കെയാണല്ലോ പറഞ്ഞു കേട്ടത്. അപ്പം പിന്നെ നമ്മൾ ചെന്നാലും ഓൻ സ്വീകരിക്കാതിരിക്കൂല. ഓനക്കറിയില്ലല്ലോ നമ്മൾ എന്തിനാണ് പോകുന്നതെന്നുള്ളത്. അങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് സെറ്റാക്കി നമ്മൾക്ക് ഓനോട് നല്ലൊരു റിലേഷന് തുടങ്ങണം, നല്ലൊരു സൗഹാർദ്ദം. അങ്ങനെ തുടങ്ങിയിട്ടാണ് നമ്മളെ കളി തുടങ്ങുന്നത്. അജയരെ, എന്തിനാണ് അറ്റങ്ങൾ ജീവിക്കണേ, ജീവിച്ച് പോയിക്കോട്ടെ. ഇനിയിപ്പോൾ ഇജെന്താ ഓല ഭാഗം കൂടുകയാണോ? അനക്ക് കാല് മാറുന്ന സ്വഭാവം നല്ല ഉണ്ടല്ലേ മജീദേ. മറക്കണ്ടട്ടാ, ഞാൻ തന്നതൊന്നും ഇനി തരാനിരിക്കുന്നു ഇജ് മറക്കണ്ട. നോക്കിക്കോ, എൻ്റെ കുടുംബം കഴിയണത് ഈ ഒരു വീട്ടിൽ നിന്നാണ്. ഈ ഒരു വീട്ടിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട്, എൻ്റെ കൈകൊണ്ട് തന്നെ പണം കൊണ്ടാണ് എൻ്റെ കുടുംബം കഴിയണത്. ഓർത്ത് സൂക്ഷിച്ച് എനിക്കനുസരിച്ച് നിന്നാൽ നന്ന്, അല്ലെങ്കിലോ കിട്ടണവും ഇല്ലാതാവട്ടോ. അത് മറക്കണ്ട. മജീദിനും എന്തൊക്കെയോ തോന്നുന്നുണ്ട്. ആജയൊരൊപ്പം കൂടിയാൽ ശരിയാണ്, പൈസ കിട്ടും, ജീവിതം അങ്ങനെ കഴിഞ്ഞു പോകും. ഓസിക്ക് കാര്യമായിട്ട് പണിയില്ല, ഇങ്ങനെ എന്തെങ്കിലും പങ്കിട്ടേറ്റ് ചെന്നാൽ മതി. പക്ഷേ ഒഴിവാക്കി കഴിഞ്ഞാൽ ഞാനും എൻ്റെ കുടുംബം മുഴുവൻ പട്ടിണിയാവും. എന്താപ്പം ഇനിയിപ്പോൾ കാട്ടുക? കഴിച്ചിട്ടാണെങ്കിൽ ഇത് ഇറക്കാനും വയ്യ, മതിലിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന് പറഞ്ഞ പോലെ ആയല്ലോ. ആജയരപ്പം നിന്നാലും പേടിയുണ്ട്, ഇങ്ങനെ ഓരോ കെണിയൊക്കെ കാട്ടിക്കൂട്ടണത്. അതല്ല, ഇനിയിപ്പോൾ ഒഴിഞ്ഞ് പോവുകയാണെങ്കിൽ അത് അതിലേറെ കഷ്ടം. എന്താ ഇനിയിപ്പോൾ ചെയ്യുക, പിടിച്ച് നിൽക്കന്നെ. പക്ഷേ കേസും കേട്ടൊക്കെ ഉണ്ടാണ് ആചാര്യ പറയണ ഈ ഒരു പണിക്ക് എനിക്ക് നിൽക്കാനും കുറച്ച് പേടിയുണ്ട്. എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം. ആചാര്യടുത്ത് നല്ല പൂത്ത പണം ഉണ്ടല്ലോ, മൂപ്പര് എറിഞ്ഞോളും എന്തെങ്കിലുമൊക്കെ പറ്റുകയാണെങ്കിൽ. ആ ഒരു ആശ്വാസമാണുള്ളത്. എന്താ മജീദ് ആലോചിക്കണേ? പൊന്നാരൻ്റെ ആചാര്യെ, ആലോചിച്ച് നിൽക്കുകയെന്ന് വെച്ചാൽ മനസ്സിൽ കുറച്ചൊരു പേടിയൊക്കെ ഉണ്ട് നിങ്ങൾ പറയുന്ന സംഭവത്തിനൊക്കെ. എന്തിനു പേടി? എന്തിനാ എനിക്ക് പേടി? ഒരു പേടിയും പേടിക്കണ്ട. അന്നെ എങ്ങനെയൊക്കെ തന്നെ ഇച്ച് പെടുകയാണെങ്കിലും അന്നെ രക്ഷിക്കാനുള്ള വകുപ്പ് നമ്മളെടുത്തുണ്ട്. എന്തായാലും വേണ്ടിയില്ല, ഓനും ഓളും തമ്മിലങ്ങോട്ട് അകലണം. അതാണ് നമ്മളെ മനസ്സത്തെ ചിന്ത.
അതിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒരു കളി നമുക്ക് കളിക്കണം. എന്തേ ഇജിൻ്റെ ഒപ്പം ഉണ്ടാവൂലേ? ഉണ്ടാവൂലേ ഇല്ലേ പറയും. മജീദ് ഒന്നും മിണ്ടിയില്ല. പെട്ടെന്നതാ ഹുസൈനാജി തൻ്റെ ആ കീശയിൽ നിന്ന് നോട്ടുകൾ വലിച്ചു വരുന്നു. എന്നാ മജീദേ ഇത് വെച്ചോ. ആ നോട്ടുകൾ കണ്ട് അതാ അയാളുടെ കണ്ണ് മഞ്ഞളിച്ചു. മജീദിൻ്റെ കണ്ണുകൾ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അതെ, 500ൻ്റെ കുറേ നോട്ടുകളാണ് തൻ്റെ മുമ്പിലേക്ക് അയാൾ ഇട്ട് തന്നത്. ഹാജിയരെ, നിങ്ങൾ നമ്മളെ മുത്താണ്. നിങ്ങൾ പറഞ്ഞ എന്തിനും ഞാൻ റെഡിയാണ്. എന്നാലും നമ്മൾ കുറച്ച് സൂക്ഷിക്കണം നല്ലതാണ്. എന്തിനാ മജീദ് സൂക്ഷിക്കണേ? ഇതൊക്കെ ഉണ്ടാകുമ്പോൾ എന്തിനു സൂക്ഷിക്കാനേ? അതുകൊണ്ട് തന്നെ ഉറപ്പിച്ചോ. ഇനിയിപ്പോൾ ഒന്നുമില്ല, നമ്മൾ നേരെ പോകുന്നു. എവിടേക്ക്? മൊബൈൽ ഷോപ്പിക്ക്. ഓനൊന്ന് കാണണം. ഏതാണ് ഞാൻ മനസ്സിലാഗ്രഹിച്ച പെണ്ണിനെ കെട്ടാൻ പോണ ചെക്കന്? ഓനൊന്ന് വിശദമായി ഒന്ന് കാണണം. കണ്ടിട്ട് നമുക്ക് എന്താച്ചാ ചെയ്യാം. ഓക്കെ? പണം കണ്ടപ്പോൾ മജീദ് എല്ലാ പേടിയും മറന്നു. ആയിക്കോട്ടെ അജയരെ, നിങ്ങളെ കൂടെ നമ്മളുണ്ടാവും. നമ്മളെ സഹായിക്കാൻ നിങ്ങളല്ലേ ഉള്ളൂ. അങ്ങനെയാണ് ആൺകുട്ടി. ഇജങ്ങനെ മുന്നോട്ട് വാ എൻ്റെ കൂടെ. മജീദിനുള്ളിൽ അല്പം ഭയമുണ്ടെങ്കിലും പുറത്ത് ചിരിച്ചു കാണിച്ചു. അവൻ്റെ പുറത്തേക്ക് അതാ ഹുസൈനാജി വെറുതെ ഒന്ന് കൊട്ടി. എടാ, ഞാൻ വിചാരിച്ചതൊന്നും ഇതുവരെ വിജയിക്കാതിരുന്നിട്ടില്ല. ഇതും വിജയിക്കും. ഇജ് നോക്കിക്കോ. ഇൻഷാ അല്ലാ ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അങ്ങനെ ഹുസൈനാജിയും മജീദും അതാ ഷമ്മാസിൻ്റെ ഷോപ്പിലേക്ക് പോകുവാനുള്ള തയ്യാറെടുപ്പ് അതിനുവേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്.